ഹലോ ഗേയ്സ്, ഞാനും എൻ്റെ ചെങ്ങായിമാരും കൂടെ ഒരു സ്ഥലത്ത് ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട്. ഈ ഫുഡ് കഴിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് നിങ്ങൾക്ക് അറിയണ്ടേ? ഈ സ്പോട്ട് എവിടെയാണെന്ന് അറിയുന്നതിന് മുമ്പേ നമുക്ക് എന്തെല്ലാം ഇവിടെ ഉണ്ടാക്കുന്നതെന്നില്ല ഒന്ന് നോക്കിയിട്ട് വരാം. ഇവരെന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ ഞാൻ വാങ്ങിച്ചത് അപ്പം മിക്സ്. നമ്മ വാങ്ങിച്ചത് പത്തലുണ്ട്, പൊറോട്ടയുണ്ട്, ചില്ലി ചിക്കൻ ഉണ്ട്, ബീഫ് പള്ളിക്കറി, പൊറോട്ട മിക്സ്. അപ്പോൾ ഈ മിക്സ് എല്ലാം വരുന്നത് ബീഫാണ് കേട്ടോ. പിന്നെ പുട്ടും ബീഫും മിക്സ് ഉണ്ട്. പിന്നെ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടിയോണ്ട് എല്ലാം നമുക്കിതിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് അത്യാവശ്യം ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നതെല്ലാം ഞാനിതിൽ കാണിച്ചിട്ടുണ്ട്. ഇതാ ഈ കാണുന്നതാണ് ചില്ലി ചിക്കൻ. ഞാൻ ഇത് തിന്നുന്നത് അപ്പം മിക്സ്. ഉള്ളി മാത്രം പുറത്തായിപ്പോയി. എന്തൊരു വിശപ്പാ വിശപ്പ്. ഇങ്ങനെയുണ്ടൊരു വിശപ്പ്. വിശപ്പാട്ടീന്ന് ഇങ്ങോട്ട് കുതിച്ച് കയറി വരല്ലേ. ഇനിയിപ്പോ ഇത് വിശപ്പ് തന്നെ ആവോ? ഇത് രണ്ടാമതിട്ട ഉള്ളി ആയതുകൊണ്ടാണ് ഞാൻ മിക്സ് ആക്കുന്നത്. ഇവന്റെ വയറ്റില് കൊക്കോ പുഴുവല്ല, കൊക്കോ പാമ്പാന്നാ തോന്നുന്നത്. നീയൊക്കെ കണ്ണൂച്ച് പഴയ പോലെ ഒന്നും കഴിക്കാൻ പറ്റാണ്ടായി. കണ്ട ഈ ബീഫെല്ലാം ഇങ്ങനെ നെയ്യ് പോലെയുണ്ട്. നമ്മ എല്ലാവരും കൂടി ഒന്നിച്ചുണ്ടായതുകൊണ്ട് എല്ലാവർക്കും എല്ലാവരിൽ നിന്നും തിന്നാൻ പറ്റി. അതുകൊണ്ട് എല്ലാത്തിൻ്റെ ടേസ്റ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തെടുക്കാനും പറ്റി. കൊള്ളാത്ത സാധനങ്ങൾ കൊള്ളൂല എന്ന് പറയുന്നതുകൊണ്ട് ഇതിൽ എല്ലാം കൊള്ളായിരുന്നു. എന്താണെന്നറിയില്ല ചേച്ചി, ഇപ്പൊ എത്ര കഴിച്ചാലും വിശപ്പില്ല. ഈ നാട്ടിൽ പട്ടിണിയുടെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ, അത് അവരായിട്ടങ്ങ് തീർത്തു തരും. ഈ നിഷ്കളങ്കമായ മുഖത്തേക്കൊന്ന് നോക്കണം. എന്തൊരു ചൈതന്യം. പിറന്നത് 2 ഗർഭപാത്രത്തിലാണെങ്കിലും വളർന്നത് നിന്റെ പാത്രത്തെ കൈയിട്ട് വരിയിട്ട. പത്തലി യമ്മ ഒരു അടാറ് സാധനം തന്നെ. എന്തായിരുന്നു ഗ്യാങ്ങിന്റെ പേര്? ഈ ഗ്യാങ്ങിന്റെ പേര് അങ്ങനെ ഓരോരാളെ തിന്ന് കഴിഞ്ഞ പ്ലേറ്റാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തീർന്നില്ലേ? അങ്ങനെ ബില്ലിംഗ് സെക്ഷൻ കഴിഞ്ഞു. ഇനി പൊറോട്ട അടിക്കുന്ന കലാപരിപാടിയിലേക്ക് നമുക്ക് കിടക്കാം. ആദ്യം തന്നെ കൊട്ടി എല്ലാം പറക്കിയിട്ടു. ഇനി ഒരേ അടി. അടിച്ച്. ഹോട്ടലിൻ്റെ പേര് ഡിവൈൻ ഫുഡ് കോർട്ട്. അതായത് നീലേശ്വരം മാർക്കറ്റിലൂടെ പോകുന്ന സമയത്ത് അവിടെ സൈഡിലായിട്ട് കാണാൻ പറ്റും. ഇതെവിടാന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് സ്ക്വയറിൻ്റെ ഓപ്പോസിറ്റ്. ഞാൻ പോകുന്നു. ബൈ.